സന്തോഷ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന് കേൾക്കുന്നു. വാർത്താ സമ്മേളനം നടത്തിയാൽ പലതും വിളിച്ചു പറയും, ഉറപ്പാണ്. കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇറങ്ങിയാൽ സുധാകരനോടൊപ്പം നിന്നിരുന്ന നേതാക്കൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുധാകരന്റെ വീട്ടിലെത്തി പിന്തുണ പ്രഖ്യാപിച്ച നേതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? മനു, സുധാകരൻ ഏതായാലും കടുത്ത നിലപാട് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് സുധാകരൻ്റെയുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം. സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇന്നലെ തന്നെ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ആരംഭിച്ചതാണ്. ഏതായാലും ആ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. 12 മണിക്ക് സുധാകരൻ മാധ്യമങ്ങളെ കണ്ടിത് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടെ ഉണ്ട്. ഏതായാലും ഈ വാർത്താ സമ്മേളനം ഈ നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയതും ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ, അതായത് പട്ടിക ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അവസാനത്തെ ശ്രമമാണ് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാകുന്നത്. ആ രീതിയിൽ പുറത്തേക്ക് പോകും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചന സുധാകരന് ഒപ്പമുള്ളവരെല്ലാം തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കണ്ണൂരിൽ സുധാകരന് വേണ്ടിയുള്ള മുറവിളി ഒരു കൂട്ടം സുധാകര അനുയായികൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റ് നിഷേധിച്ചാൽ കണ്ണൂരിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ UDF-നുണ്ടാകും എന്നുള്ള വെല്ലുവിളി പോലും അവർ നടത്തിയിട്ടുണ്ട്. ഏതായാലും കണ്ണൂരിൽ ഈ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ രംഗത്തിറങ്ങിയാൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒപ്പമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മാർട്ടിൻ ജോർജ് ഉൾപ്പെടെ സുധാകരനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഹൈക്കമാൻഡിൻ്റെ പട്ടികയിലുള്ളത് TO മോഹനൻ്റെ, മുൻ മേയറായിട്ടുള്ള TO മോഹനൻ്റെ പേര് മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിൽ ഒരു കലാപക്കൊടി ഉയർത്തി കെ സുധാകരൻ സ്വതന്ത്രനായി മത്സര രംഗത്തിറങ്ങുകയാണെങ്കിൽ അത് കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറിമറിയുന്ന ഒന്നാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുധാകരൻ ഒറ്റക്ക് മത്സരിക്കുക എന്നുള്ളത് മാത്രമല്ല സുധാകരൻ ലക്ഷ്യം വെക്കുന്നത്. 15ഓളം മണ്ഡലങ്ങളിൽ സുധാകരൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ, കോൺഗ്രസിലെ അസംതൃപ്തരായി മാറി നിൽക്കുന്ന ആളുകളെ സ്വതന്ത്രരായി മത്സരിപ്പിക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ സുധാകരൻ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിൽ പേരാവൂരിലും അഴീക്കോട് മണ്ഡലങ്ങളിലും ഉൾപ്പെടെ സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം സുധാകരൻ ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇരിക്കൂറിലും പേരാവൂരിലും അഴീക്കോടും ഉൾപ്പെടെ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വലിയ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. സുധാകരന് നല്ല പണിയായിരിക്കും. അഴീക്കോടും പേരാവൂരും ഒക്കെ സ്വതന്ത്രമാരെയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള പരിപാടിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കോൺഗ്രസിന് നല്ല പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ നേതാക്കൾ എത്ര പേർ കൂടെ നിൽക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സുധാകരൻ പറഞ്ഞ കേൾക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഇപ്പോഴും കണ്ണൂരിലില്ലേ സന്തോഷ്? അതല്ലേ ഈ നീക്കങ്ങളുടെയൊക്കെ പുറകിൽ സുധാകരന്റെ ആത്മവിശ്വാസം? തീർച്ചയായും സുധാകരൻ ഇപ്പോഴും അനുയായികളുണ്ട്. വലിയ നേതാക്കന്മാരുടെ മുൻപുള്ളതുപോലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ശക്തമായിരുന്ന കാലത്തുള്ളതുപോലെയുള്ള നേതാക്കന്മാരുടെ പിന്തുണ ഇല്ലെങ്കിൽ കൂടിയും സുധാകരന് കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, അസംതൃപ്തരായി മാറി നിൽക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട്. അവർ സുധാകരനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, മറ്റ് പല ജില്ലകളിലും സീറ്റ് ലഭിക്കാത്ത അസംതൃപ്തരായ ഈ കോൺഗ്രസ് നേതാക്കളെ സുധാകരൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തുടനീളം സുധാകരന്റെ നേതൃത്വത്തിൽ പല മണ്ഡലങ്ങളിലും നിലവിൽ 15ഓളം സ്ഥലങ്ങളിൽ സംസാരിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ഒരു കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടായിരിക്കും സുധാകരൻ ഈ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത്. ഏതായാലും ഇപ്പോഴും സുധാകരന്റെ ഒപ്പമുള്ളവർ രാവിലെ ബന്ധപ്പെടുമ്പോഴും പറയുന്നത് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്, പട്ടിക വരുന്നത് വരെ പ്രതീക്ഷയുണ്ട് എന്നുള്ള കാര്യമാണ് അവർ ആവർത്തിക്കുന്നത്. ഏതായാലും അതിൻ്റെ കൂടി ഒരു ഭാഗമായാണ് വാർത്താ സമ്മേളനം വിളിക്കും എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ നൽകി വീണ്ടും ഒരു സമ്മർദ്ദ തന്ത്രമായി തന്നെയാണ് അതിനെ കാണുന്നത്. പക്ഷേ സുധാകരനെ നമുക്കറിയാം, പട്ടികയിൽ പേരില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ എല്ലാം തുറന്ന് വിളിച്ചു പറയാൻ തയ്യാറാകുന്ന ആൾ തന്നെയാണ് സുധാകരൻ നേരത്തെ തന്നെ കഴിഞ്ഞ പലതവണയായി, അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ അപമാനിച്ച് ഇറക്കിവിട്ടതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നീട് പറയാമെന്ന് അന്നേ ഒരു സൂചന നൽകിയതാണ്. അതിന് പിന്നാലെയാണ് സുധാകരനെ വർക്കിംഗ് കമ്മിറ്റിയിലെല്ലാം എടുത്ത് അനുനയിപ്പിക്കുന്ന നീക്കമുണ്ടായത്. സുധാകരൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, VD സതീശനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സുധാകരൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയാൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
മറ്റൊരു കാര്യം ഇപ്പോൾ കേൾക്കുന്നത് സുധാകരന്റെ നീക്കങ്ങൾ BJP നിരീക്ഷിക്കുന്നു എന്നതാണ്. സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിൽ പോകുമെന്ന്. ഒപ്പം തന്നെ ശാഖയ്ക്ക് കാവൽ നിന്ന പാരമ്പര്യമൊക്കെ പരസ്യമായി ഒരു ചെളുപ്പമില്ലാതെ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞ KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് പറഞ്ഞ നേതാവ് കൂടിയാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഈ സമയത്തല്ലേ? അതായത് തീർച്ചയായും BJP നേരത്തെ തന്നെ സുധാകരനെ നോട്ടമിട്ടിട്ടുണ്ട്. BJP ഇതുമായി ബന്ധപ്പെട്ട സുധാകരൻ തന്നെ പരസ്യമായി തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചതാണ്. തനിക്ക് തോന്നിയാൽ BJPയിൽ പോകും, അതിനാരുടെയും അനുവാദം വേണ്ട എന്ന് സുധാകരൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല തവണയായി സുധാകരനെ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം BJP നേതൃത്വം നടത്തുകയും ചെയ്തതാണ്. അതുകൊണ്ട് അവർ സുധാകരൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ സുധാകരൻ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ആ നീക്കങ്ങൾ സുധാകരൻ്റെ ഒരേ ഒരു ലക്ഷ്യം കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുക, VD സതീശന് തിരിച്ചടി നൽകുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വതന്ത്രനായി നിന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടുതൽ പിന്തുണ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു നീക്കത്തിനാണ് സാധ്യത കൂടുതലുള്ളത്. അതാണ് പ്രവർത്തകരെയെല്ലാം ഫോണിൽ വിളിച്ച് സുധാകരൻ ഈ സമയത്ത് സംസാരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും നമുക്ക് അല്പം കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ എന്താണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. സുധാകരൻ്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ കണ്ടതാണ്, പൊട്ടിത്തെറികൾ കണ്ടതാണ്, തുറന്നു പറച്ചിലുകൾ കണ്ടതാണ്. VD സതീശനെതിരെ പരസ്യമായി നേരത്തെയും പൊട്ടിത്തെറിക്കുന്നത് വാർത്താ സമ്മേളനത്തിലെല്ലാം നമ്മൾ കാണുകയും ചെയ്തതാണ്. ഈ ഒരു സീറ്റ് നിഷേധിച്ച്, അതായത് നേരത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയപ്പോൾ തന്നെ സുധാകരൻ കടുത്ത അതൃപ്തിയിലും അസംതൃപ്തി പരസ്യമാക്കി തന്നെ രംഗത്ത് വന്നിരുന്നു. അതായത് അപമാനിച്ച് അധിക്ഷേപിച്ച് പറഞ്ഞു വിട്ടു എന്ന വികാരമാണ് സുധാകരൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ സുധാകരൻ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം സുധാകരൻ അടക്കി വെച്ചത്. പക്ഷേ ഇന്ന് ഇപ്പോൾ സുധാകരൻ നിൽക്കുന്ന ഇടം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനവും പോയി. അതായത് ഇപ്പോൾ തൻ്റെ വാക്കിന് ഒരു വിലയും ലഭിക്കാത്ത സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടാകുന്നു. കണ്ണൂരിൽ സീറ്റ് തരാമെന്ന് പറഞ്ഞവരെല്ലാം തന്നെ ഇപ്പോൾ കൈമലർത്തുകയാണ്. ദില്ലിയിൽ പോയി ഫ്ളാറ്റിൽ അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഈ ഒരു പ്രത്യേക സാഹചര്യം കോൺഗ്രസിലെ ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാളായ സുധാകരന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും സുധാകരൻ്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടി കോൺഗ്രസ് നേതൃത്വവും കാണുന്നത്. പ്രവർത്തകരും സുധാകരൻ്റെ അണികളും അവകാശപ്പെടുന്നത് അവർക്ക് സുധാകരൻ ഈ ഒരു സാഹചര്യത്തിൽ മത്സരിക്കണം, സുധാകരനെ മാത്രം മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല, മറ്റുള്ള എല്ലാവരും നേതാക്കൾ മത്സരിക്കലോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ സുധാകരൻ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തനിക്കവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അത് നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ നേതൃത്വം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞത് കണ്ണൂരിൽ സുധാകരൻ മത്സരിച്ചാൽ മാത്രമേ ആ സീറ്റ് നിലനിർത്താൻ കഴിയൂ, അതുകൊണ്ട് സുധാകരനെ പാർട്ടി നിർബന്ധിച്ച സീറ്റിലേക്ക് മത്സരിപ്പിച്ചതാണ് എന്നുള്ളതാണ് സുധാകരൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വെട്ടി തുറന്ന് സുധാകരൻ പറയുകയും ഈ ഒരുപാട് മനസ്സിൽ വെച്ച കാര്യങ്ങൾ പറയാനാണ് തീരുമാനിച്ചതെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയായിരിക്കും കോൺഗ്രസിനെ നയിക്കുന്നത്. മനു.